നമുക്ക് സ്വൈര്യം തരരുതെന്ന ഒറ്റ വിചാരമേ അമ്മയ്ക്കുള്ളൂ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. സിനിമ കാണാൻ വന്ന കാണണം, അതിന് പകരം 2 റീല് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോരാൻ തിടുക്കായി. സിനിമ അമ്മയ്ക്ക് ഇഷ്ടമായി കാണുകയില്ല. എന്നാൽ അപ്പൂക്കുട്ടിനെയും കൂടി തിരിച്ചു പോരണമായിരുന്നു, നമ്മളെ കൂടെ ഇറക്കി വിടണം. എന്തൊരു കഷ്ടമാണ്. അമ്മ രവിക്കുഞ്ഞിനെ ഉണ്ണാൻ വിളിക്കണോ? ഞാൻ കുറച്ച് കഴിഞ്ഞേ ഊണ് കഴിക്കുന്നുള്ളൂ, അമ്മയോട് ഉണ്ടോളാൻ പറ. ഓ, അമ്മയുടെ മുമ്പിൽ വെച്ച് ദേഷ്യമൊന്നും കാണിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. ആ, കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഏതായാലും കോഴിക്കോട് ഡിവിഷനിലേക്ക് മാറ്റത്തിന് അപേക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്കവിടെ താമസിക്കാം. എന്താണോ? രവിക്കുഞ്ഞ് വന്നിട്ട് അമ്മ ഉണ്ണുന്നുള്ളൂന്ന്. ഓ, ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്റെ തള്ള പറയും ഇറങ്ങിപ്പോടാ കാലമാടാന്ന്. രവിക്കുഞ്ഞിന്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതല്ലേ. നിർത്തി, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഒന്ന് മോന്റെ കൂടെ ഇരുന്നേ അമ്മ ഉണ്ണു, അത്രയ്ക്ക് സ്നേഹ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സില് തലയില് ഈ ഒരു ബാലേന്ദ്രം വന്ന് മുഴച്ച് പൊട്ടി. തറയെ നിൽക്കില്ല, കട്ടിലേ കിടക്കില്ല. കുളിച്ചോ? ഇന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്താ? ഇന്നങ്ങോട്ട് പോകാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. എന്താ? എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ വിവാഹമോ? എന്നിട്ട് ആരെ അറിയിക്കാത്ത എന്ത്? ഞാൻ പോലും ഇന്ന് കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ലവ് മാരേജ് ആയിരിക്കുമല്ലേ? പിന്നെ പരിശുദ്ധമായ പ്രേമല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ല. മിക്കവാറും പാർട്ടി വൈഫിനെയും കൂട്ടി ഇവിടെ എത്തുന്ന ലക്ഷണമാണ്. അതെന്താ? അമ്മ വീട്ടിൽ നിർത്തിയിട്ട് വേണ്ടേ? നമ്മുടെ വിവാഹത്തിനും ഈ കുഴപ്പമുണ്ടാവുമോ? ഏയ്, ഞാൻ ചേട്ടനെ പോലെയല്ല. അമ്മ എതിർക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിന്നെയും കൂട്ടി അവിടുന്ന് ഒരു വരവാ. മിസ്റ്റർ രാജൻ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ചില ചെറുപ്പക്കാരെ പോലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണവും കഴിച്ച് സിനിമാശാലകളിൽ ചുറ്റി കിടക്കുന്ന സമ്പ്രദായം എനിക്കിഷ്ടമല്ല. അവൾ എന്നോട് പറഞ്ഞു നിങ്ങളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എത്രയും വേഗം വിവാഹം നടത്തണം. രാജൻ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്. പക്ഷേ എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മയോട് ചോദിക്കാതെ ആരെങ്കിലും വിവാഹം നടത്തുമോ? അമ്മയോട് മാത്രമല്ല, കുടുംബക്കാരെല്ലാവരുമായിട്ട് വേണ്ടപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് മാനമായി നടത്തുന്ന വിവാഹത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. എന്നാ ഇന്ന് തന്നെ വീട്ടിൽ കഴിക്കോളൂ. എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല അമ്മ. കൊച്ചമ്മയാണ് സത്യം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പുക്കുട്ടൻ ഞാൻ കിടക്കുന്നിടത്ത് വഴി എന്നെ തൊടുകയോ ചെയ്തിട്ടില്ല. എന്താ അമ്മേ? എടേ, നിനക്കൊന്നും കേൾക്കാൻ കൊള്ളില്ല. എടേ, അവൻ ആണാണ്. തോന്നിയതും കാണിച്ചിട്ട് അവൻ ഓടിപ്പോ. നീ അങ്ങനെയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കൊച്ചമ്മേ. കണ്ട ആളാ എന്നോട് പറഞ്ഞത്. അവനോ നീയോ ഏക്കുവോ? അതുകൊണ്ട് ശമ്പളം തീർത്തു വാങ്ങിച്ച് ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോണം. എന്താണ് ബഹളം? എങ്ങനെ മോനെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയും? ഇവനും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ഇവിടെ കഴിയുന്നത്. ഒരു സത്യമല്ല കുഞ്ഞെ. എടേ, ശബ്ദിച്ചു പോയത്. എനിക്ക് 2 ആമക്കളാ ഉള്ളത്. നീ വല്ല കുഴപ്പവും കാണിച്ചിട്ട് അവരുടെ മേൽ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചതിന് കാര്യമുണ്ടോ? കൊച്ചമ്മയുടെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. നീ അവനെ എന്തിനു കുറ്റം പറയുന്നു? അവൻ ആണാണ്. ഇവളല്ലേ സൂക്ഷിക്കേണ്ടത്? അമ്മ പറഞ്ഞ നേരാണോ? ഒരു സ്മോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അയ്യോ, അവളടിക്കണ്ട. ശമ്പളം എന്നിട്ട് 2 പേര് പറഞ്ഞേ. നിന്റെ തുണി വല്ലതും നീ പറക്കി എടുത്തോണ്ട് ഇപ്പൊ അവിടുന്ന് പൊയ്ക്കോണം. നിന്റെ ശമ്പളം തീർത്തു തരാം. നിന്റെ ശരി. എന്താ? ആരും കണ്ടില്ല. നാളെ വെളുപ്പിലുള്ള ട്രെയിനിന് ഞാൻ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ട്രാൻസ്ഫർ കിട്ടിയ സ്ഥിതിക്ക് ഇനി താമസിക്കാതിരിക്കല്ലേ നല്ലത്.
2 ദിവസം കൂടുമ്പം ഓരോ എഴുത്ത് വീതം അയക്കണം. അയക്കാം. പിന്നെ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എത്രയായാലും വീട്ടിൽ കഴിക്കുന്നത് പോലെ ആവൂലല്ലോ. ഞാൻ വീടെടുത്ത് താമസിക്കാൻ പോവില്ലേ അമ്മേ? എന്നിട്ട് അരിയപ്പ് പറഞ്ഞു വയ്ക്കാനോ? എന്തിന്? വിമലയുണ്ടല്ലോ. ഓഹോ, മനസ്സിലായടാ, മനസ്സിലായി. നിനക്ക് അമ്മയോടുള്ള സ്നേഹം. ഞാനാണെങ്കിൽ സൂക്കേടുകാരി. മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു ദ്രോഹിയായി. ബോധം കെട്ട് താഴെ വീഴുന്നാ പോലും നോക്കാൻ ആരുമില്ല. നീയും ഇല്ല, രാജനും ഇല്ല. രമയാണെങ്കിൽ രാവിലെ അങ്ങ് കോളേജിൽ പോകും. അടുക്കള ജോലിക്കാരി അപ്പുക്കുട്ടനെ നീയല്ലേടാ പറഞ്ഞു വിട്ടത്? എനിക്കൊരു പാത്രം വെള്ളം ചൂടാക്കി തരാൻ ഇവിടെ ഒരാളുണ്ടോ? ഈ നിലയിൽ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുപോന്ന് പറയാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അയ്യോ, ഇത് ഈശ്വരാ, എന്നെ അങ്ങ് എടുത്തോടെ. അമ്മേ, അമ്മേ, ഒന്ന് നിർത്തൂ. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അമ്മ വിഷമിക്കരുത്. വിമലയെ ഞാൻ കൊണ്ടുപോകുന്നു. അമ്മ വിഷമിക്കാതിരിക്കും. അവളുടെ ഒരു പോക്ക്. ഇവിടെ ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. നമുക്ക് കൊണ്ടുപോകാം. വീട്ടുസാധനങ്ങൾ മുഴുവൻ വാങ്ങാനാണെങ്കിൽ പണം കുറയാകും. തൽക്കാലം ഒന്നും കൊണ്ടുപോകണ്ട. അതെന്താ? നിന്നെ എന്റെ കൂടെ അയക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇവിടെ ജോലിക്കാർ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ശരിയാണ്. ആരുമില്ലാതിരിക്കുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാട്ടുകാർ എന്നെ പഴിക്കില്ലേ? അടുത്ത അവധിക്ക് വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അവിടെ ചെന്നാലുടൻ എഴുത്തയക്കാം. നീ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണേ. ഇതിനും വേണ്ടി ഇത്രയും ഒരുക്കം എന്തെന്നാണ്? രവി, രവി, രാകാനാവാറായി. പുറപ്പെടേ. ഞാനിതാ വരുന്നമ്മേ. വിമലേ, ആ പെട്ടി എടുത്തൊന്ന് മുൻവശത്തേക്ക്. നീ ആഹാരമൊക്കെ ശരിക്ക് കഴിക്കണം കേട്ടോ. ശരീരം സമയായി. ഞാൻ കത്തയക്കാം. ശരി. ഇനി താമസിക്കണ്ട, പുറപ്പെട. എന്താ ഇപ്പൊ നോക്കി നിൽക്കാൻ? അകത്ത് ജോലിയൊന്നുമില്ലേ? നീ ഇനി വന്നോ? പിന്നെ ഇവിടം വിട്ട് ഞാൻ എവിടെ പോവാനാ? എന്നാലും കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഞാൻ നാണം കെട്ടു. ഏതായാലും രവി തന്നെ നാണിയെ പറഞ്ഞു വിട്ടു. ഞാൻ ഉദ്ദേശിച്ചത് സാധിച്ചു. രവിക്കുഞ്ഞ് എന്നെ ഡിസ്കസ് ചെയ്തതാ. സാരല്ലെന്നേ, നീ വന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് ഒന്ന് പറഞ്ഞേക്കാം. അല്ല, പോണ പോക്കിൽ ആ കുരുത്തം കെട്ടവളെ എന്റെ ഈ ഇടത്തെ ചെവിട്ടത്തിൽ ഒറ്റ അടി എന്റെ കണ്ണു തള്ളിപ്പോയി. ഭാഗ്യത്തിന് ആരും കണ്ടില്ല. ആ പോട്ട്, നീ ചെന്ന് വല്ലതും കഴിക്ക്. അടി കൊണ്ട് ക്ഷീണം മാറും. പറഞ്ഞ പോലെ ഞാനത് മറന്നു കേട്ടോ. നാണി നാണി പോയല്ലേ. രവിക്കുഞ്ഞിന്റെ കത്ത് വന്നിട്ടുണ്ട്. എവിടെ? ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് ഭാര്യയ്ക്ക്. രണ്ടും ഇതാ. എന്താ? കത്ത് വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. ഓ, ആ കാര്യത്തിലൊക്കെ രവിക്കുഞ്ഞിനെ സമ്മതിക്കണം. അമ്മയ്ക്കും ഭാര്യയ്ക്കും പ്രത്യേകം പ്രത്യേകം അല്ലേ എഴുതിയിരിക്കുന്നത്?
എനിക്ക് കത്തുണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്കൂ. 1000 കൂട്ടം ജോലി എടുക്കുമ്പോ അവർക്ക് കത്ത് വായിക്കാനാ തിരക്ക്. അതൊരു കണക്കിന് നേരാ. ആദ്യം അധ്വാനം, പിന്നെ വിശ്രമം എന്നാണല്ലോ പുതിയ മുദ്രാവാക്യം. രവിച്ചേട്ടൻ എനിക്ക് അവൻ എന്നാടി നിന്റെ സ്വന്തമായത്? നീ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ? 10 മാസം നൊന്ത് പ്രസവിച്ച് അവനെ വളർത്തിയെടുത്തത് ഞാനാ. അവന്റെ വിശേഷങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാലും ഒരു തരക്കേടില്ല. ഓ, ഭർത്താവിന്റെ കത്ത് കിട്ടാത്തോണ്ട് അവള് കണ്ണീരൊഴുക്കുക. മൂദേവി, എന്നാ നീ ഒന്ന് കര. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. പോസ്റ്റ് ഓഫീസിൽ പോയി ഇതാ പെട്ടിയിലിട്ടിട്ട് വരൂ. സ്റ്റാമ്പ് ഒട്ടിക്കണ്ടേ? വേണ്ട, കൂലിക്കത്തായിട്ട് പൊയ്ക്കോളൂ. നീ ഇതാ പെട്ടിയിലിട്ടാ മതി. പോ. ഞാനോ കയ്യിലെന്തോ കത്ത് നീ കൊണ്ടുവാ. ആ, നീ പൊയ്ക്കോ, ഞാൻ പോസ്റ്റ് ചെയ്തോളാം. നാശം പിടിച്ചവനെ മൂദേവി, നീ തന്നെ അവമാനിക്കാൻ എഴുതിയതല്ലേ? എന്റെ ഭർത്താവിനൊരു കത്തെഴുതാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ഭർത്താവ്? എടീ, നീ നിന്റെ തന്തയും കൂടെ കൈവശം കൊടുത്തല്ലേടി എന്റെ മോനെ മയക്കെടുത്തത്. എന്നിട്ട് അവൾ അവകാശം പറയാമെന്നിരിക്കുന്നു. അമ്മേ, അങ്ങനെ പറയരുത്. ഞാൻ കുറെ സ്വർണവും പണവും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഭർത്താവിനെ ദൈവം പോലെ ആരാധിക്കുന്ന ഒരു ഹൃദയമുണ്ടമ്മേ എനിക്ക്. എന്റെ ഭർത്താവിന് ഞാൻ എഴുതിയിരിക്കുന്ന ആ കത്തൊന്ന് വായിച്ചു നോക്കൂ. എന്നെ തല്ലിയ വിവരം പോലും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഇനിയും എന്നെ വേദനിപ്പിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കും ഒരു മകളുണ്ട്. നീ ശപിക്കുന്നോ? നാശം പിടിച്ചവളെ, നിന്റെ ഒരു എഴുത്ത് നിന്നെ ശപിക്കുന്നല്ലോ. മിസ്റ്റർ രാജന്റെ വീട് ഇത് തന്നെയല്ലേ? ഇത് എന്റെ വീടാണ്. രാജൻ എന്റെ മകനാണ്. എന്ത് വേണം? ഞാൻ മിസ്റ്റർ രാജന്റെ ജോലി സ്ഥലത്തുനിന്ന് വരികയാണ്. ആ, വരൂ. ഇരിക്കണം. എന്താ വിശേഷം? ഞാനൊരു വക്കീലാണ്. പേര് ഭാസ്കരമേൻ. എനിക്ക് വക്കാലത്തിന്റെ ആവശ്യമൊന്നുമില്ല. രാജന്റെ അമ്മ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. ആ, പറയണം. രാജനും ഞാനും പരിചയക്കാരാണ്. കൈക്ക് ചെറിയൊരു അപകടം സംഭവിച്ചപ്പോ അത് ഭേദമാകുന്നവരെ രാജൻ എന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓ, അതിന്റെ വാടക വാങ്ങിക്കാൻ വന്നായിരിക്കും. അത് എന്റെ അടുത്ത് വാങ്ങിക്കണ്ട, അവന്റെ അടുത്ത് വാങ്ങിച്ചാ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആ, പറയണം. രാജൻ ഒരു വിവാഹകാര്യത്തെ കുറിച്ച് ഒരു കത്തയച്ചിരുന്നു. വിവാഹം? ആരുടെ വിവാഹം? രാജന്റെ. ഓഹോ, ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. എന്റെ മോന്റെ വിവാഹ കാര്യത്തെ പറ്റി ഞാൻ ആലോചിച്ചോളാം. നിങ്ങൾ സ്വല്പം കൂടെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരാളല്ല. നിങ്ങളുടെ രാജനും എന്റെ മകൾ ഗീതയും തമ്മിൽ സ്നേഹത്തിലാണ്. അങ്ങനെ വരട്ടെ. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി ആളിച്ചിരി പെശകാന്ന്. മനുഷ്യ, ഈ നാട്ടിൽ വേറെ എത്ര ആമ്പിളരുണ്ട്? അവരാരും പിടിക്കില്ല. എല്ലാവർക്കും എന്റെ മക്കളെ തന്നെ വേണം, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. എന്റെ മകളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് രാജൻ നിങ്ങൾക്ക് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ അന്ന് അവനെ ഈ വീട്ടിന് പുറത്താക്കി പടിയടച്ച് ഞാൻ പിണ്ണം വയ്ക്കും. കണ്ണു തെറ്റിയാ എന്റെ മക്കളെ വശീകരിക്കുക നടക്കുക ഓരോരുത്തര്. വക്കീലെ, ചെലവാകാതെ നിൽക്കുന്ന മോളുണ്ടെങ്കിലേ അവളെ മുറിയിൽ അടച്ചിരുത്തി പൂജിച്ചാ മതി. എന്റെ മോന്റെ തല കെട്ടി വെക്കാൻ നോക്കണ്ട. അനാവശ്യം പറയരുത്. എന്റെ മകളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന്റെ പിന്നാലെ നടന്നതല്ല. അവർ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞു എതിർക്കേണ്ടെന്ന് കരുതി. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം എന്റെ മകൾക്ക് കിട്ടാഞ്ഞിട്ടല്ല. ഇത്തരം ഒരു തള്ളയുടെ മകനാണ് രാജൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളെ ഞാൻ പറഞ്ഞു പിന്തിരിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ സാർ ഇനി താമസിക്കണ്ട. ചെന്ന് മോളോട് പറഞ്ഞാട്ടെ ഈ തറവാട്ടിലോട്ട് കേറാനുള്ള ആശ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് നിങ്ങളുടെ ശുപാർശയുടെ ആവശ്യമില്ല. നിങ്ങൾ അപേക്ഷിച്ചാൽ പോലും ഇനി എന്റെ മകളെ ഈ തറവാട്ടിലേക്ക് ഞാൻ അയക്കില്ല. ഓ, വലിയ ഉപകാരം. അല്ലേ, അടക്കം ഒതുക്കുമായിട്ട് നടക്കുന്ന ആമ്പിള്ളേരെ കാണുമ്പം ഓരോന്നിന് കണ്ണടി. എല്ലാവർക്കും എന്റെ പിള്ളേരെ കിട്ടിയുള്ളൂ. ഗുഡ് മോർണിംഗ് സർ.
ഇരിക്കൂ. നിങ്ങളിപ്പോ വന്നത് നന്നായി. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അമ്മയെ കണ്ടു. ചേട്ടത്തിയോടുള്ള അവരുടെ പെരുമാറ്റവും ഞാൻ കണ്ടു. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് എന്റെ മകളെ മരുമകളായി അയക്കാൻ ഞാൻ തയ്യാറില്ല. അച്ഛാ, മോളിങ്ങനെ നിർബന്ധം പിടിക്കരുത്. നിന്റെ ഭാവിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷയും താല്പര്യവും അച്ഛനുണ്ട്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. രാജേട്ടനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എതിർത്തില്ല. അന്ന് ഞാൻ രാജനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇപ്പോഴും അത് മാത്രം ചിന്തിച്ചാ മതി. വിവാഹം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാൻ പോകുന്ന രാജേട്ടന്റെ കൂടെയല്ലേ? പക്ഷെ നിന്നെ അയക്കേണ്ടത് ആ ഭദ്രകാളിയിരിക്കുന്ന തറവാട്ടിലേക്കല്ലേ? അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയല്ലോ. രാജേട്ടനൊരു ജോലിയുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ ആ വരുമാനം മതിയാകും. മോളെ, നീ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛനിത് പറയുന്നത്. ഇല്ലച്ചാ, രാജേട്ടനെ കൂടാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. മിസ്റ്റർ രാജൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒരച്ഛനെന്ന നിലയ്ക്ക് സാറ് പറയുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കരയണ്ട. വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്റെ കൂടെ താമസിക്കണം. ആ സ്ത്രീയുള്ള വീട്ടിലേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്താ, സമ്മതമാണോ? ശരി. അമ്മേ, വിമലേ, വിമല, ഇവിടെ അടുക്കള ജോലിക്ക് മറ്റാരുമില്ലേ? ഞാൻ നിനക്ക് എത്ര എഴുത്തയച്ചു, ഒരു മറുപടി പോലും അയച്ചില്ലല്ലോ. എന്താണ്? ഒന്നുമില്ല. അമ്മ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും. നീ വന്നിട്ട് അമ്മയോട് ഇതുവരെ വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ല. ആ, ഇത്രയൊക്കെ ഉള്ളടാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയത്. ഇപ്പോ ഹൃദ്രോഹിയായി. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട. വിമലയെ കൂടി ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അടുക്കള ജോലിക്ക് ആരെങ്കിലും വിളിച്ചു നിർത്തണം. ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇനിയുള്ള കാലത്ത് അടുക്കള ജോലിക്ക് ആരും കിട്ടില്ല. വിമല എന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകല്ലേടാ? കൊണ്ടുപോകും. നിനക്ക് അമ്മ വേണ്ട, ഭാര്യ മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. ഞാൻ എനിക്കിത് ജീവിച്ചിരിക്കണ്ട. നിങ്ങളിത് കേട്ടോ? ഞാൻ പറയുന്നത് കേട്ടോ? എന്നെ എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? കൊണ്ടുവെച്ചൂടെ? അമ്മ എന്തൊക്കെ ബഹളം കൂട്ടിയാലും വിമലയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. കൊണ്ടുപോകത്തില്ലടാ. അവളെ നീ തനിച്ച് കൊണ്ടുപോകത്തില്ല. അവളുടെ കൂടെ ഞാനും വരും. അമ്മ കൂടെ വന്നാൽ ഇവിടെ രമ മാത്രമാവില്ലേ? അവൾ എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയിക്കോട്ടെ. വല്ലതും കേൾപ്പിച്ചാ നീയൊക്കെ സഹിച്ചോണം. എനിക്കൊന്നും അറിയണ്ട. നീ വിമലയെ കൊണ്ടുപോയാ ഞാനും കൂടെ വരും. എന്താ എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യും വിമലെ? നീ ഇവിടെ ഇരുന്നാൽ അമ്മ നിനക്ക് ഒരു സ്വരവും തരില്ല. അമ്മ നമ്മുടെ ഇവിടെ അങ്ങോട്ട് വന്നാലും ഇത് തന്നെയാ ഫലം. ചേട്ടൻ വിഷമിക്കണ്ട. എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ ഇവിടെ താമസിച്ചോളാം. എന്റെ ചേട്ടനെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. അതോർത്ത് ഞാൻ സന്തോഷമായി കഴിഞ്ഞോളാം. മോളെ, ഒരച്ഛന്റെ കടമ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തന്നു. ഇനി എനിക്ക് തന്ന വാക്ക് നിങ്ങൾ മാറരുത്. രണ്ടുപേരും എന്റെ കൂടെ വന്ന് താമസിക്കണം. എന്താ രാജ? ശരി. അപ്പോ ഇനി ഞാൻ അങ്ങോട്ട് പോവും. എവിടെ താമസിക്കും?
എങ്ങനെ ഭക്ഷണം കഴിക്കും? ആ അത് കുഴപ്പമില്ല, അവിടെ വിറക് വരെയുണ്ട്. അത് ചാക്ക് വിരിച്ച് സുഖമായിട്ട് അവിടെ കിടക്കും. അവിടെ തന്നെ ആഹാരവും തന്നേക്കാം. എന്താ പോരെ രാജ? അത് ധാരാളം. പക്ഷേ ഇവൻ ആളൊരു ഇത്തിക്കണ്ണിയാണ്. എന്നാലും അന്തസ്സുള്ള ഇത്തിക്കണ്ണിയല്ലേ, നിന്നെ മാത്രമേ ആശ്രയിക്കുന്നുള്ളല്ലോ. ആ പറഞ്ഞൊന്നും സമയം പോയത് അറിഞ്ഞില്ല. 10:12 രാഹുകാല. അതിനു മുമ്പ് വീട്ടിൽ ചെന്ന് കയറണം. വണ്ടിയിൽ കയറും. അപ്പോ എന്താ അടുത്ത പ്രോഗ്രാം? നീ പറ, എന്താ നമ്മുടെ പ്രോഗ്രാം? രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വീറ്റ് ഹണിമൂൺ.
പേടിച്ചു പോയോ? ഗോപേട്ടൻ ഈ തമാശ ഒന്നും എനിക്കിഷ്ടല്ല കേട്ടോ. തമാശ അല്ല പെണ്ണെ, കാര്യമാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് അല്പം ഒന്ന് ശൃംഗരിക്കാമെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ അമ്മോട് പറയും. അയ്യോ ഇപ്പൊ വേണ്ട. പറഞ്ഞാലേ അമ്മായി കല്യാണം നടത്താൻ നിർബന്ധിക്കും. അതിനു മുമ്പുള്ള ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് പോരെ ഈ കല്യാണമൊക്കെ? ഗോപേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ പ്രശ്നം ഈസി ആയില്ലേ? ഞാനേ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, എനിക്ക് പൈങ്കിളി പോലൊരു മുറപ്പെണ്ണുണ്ട്, ഒന്ന് തൊട്ടാൽ പരിഭവിക്കുന്ന പെണ്ണാണെന്നൊക്കെ. എന്താ ശരിയല്ലേ? വേണ്ട ഗോപേട്ട. രമ എന്തിനാ പേടിക്കുന്നത്? എന്താ ഞാൻ അന്യനാണോ? വരൂന്നേ, പ്ലീസ് വാ, വരൂന്നേ. വേണ്ട ഗോപേട്ട. പ്ലീസ് രമേ. രമേ, രമേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ രമയെ കാപ്പുടിക്കാൻ. കാപ്പി കുടിക്കാൻ വിളിക്കാനാണോ ഈ വാതിലും ചാരി ചെവി ഓർത്ത് നിൽക്കുന്നത്? എന്താ എന്താ ഇവിടെ? എന്താ മോനെ ഗോപ? അമ്മായി ഒന്ന് കേൾക്ക്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. പലതും പറയും. അത് ഇവർക്ക് ഒളിച്ചു കേൾക്കേണ്ട കാര്യമുണ്ടോ? ഗോപേട്ട, നീ മിണ്ടായിരി. പെണ്ണുങ്ങളായ സാമാന്യം അറിഞ്ഞിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെങ്ങനെ പഠിക്കാനാ ഗോപ? തറവാട്ട് ഗുണമല്ലേ? പാത്തും പതുങ്ങിയും കാട്ടുനിന്നും ജീവിച്ച പാരമ്പര്യമല്ലേ? അമ്മേ, അമ്മേ, അവക്ക് ഭർത്താവിനോട് ശൃംഗരിക്കാൻ കഴിയാത്തോണ്ടുള്ള അസൂയാണ്. പ്രിയപ്പെട്ട രവിച്ചേട്ടന് എഴുതരുതെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്. സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എഴുതി പോകുന്നു. ചേട്ടൻ പോയതിനു ശേഷം അമ്മ എന്നെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്താൽ എന്തെന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. ചേട്ടനെ കുറിച്ചോർത്ത് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്നലെ എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു. എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു. എന്താ രവി എഴുതിയിരിക്കുന്നത് നോക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അമ്മ അവളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. വിമലയുടെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണ്. അമ്മ അവളെ തല്ലിയും ചവിട്ടിയും ആ കുഞ്ഞിനെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ജീവിതം മടുത്തു. ഇനി നിങ്ങൾ ആരും എന്നെ കാണില്ല എന്ന് രവി. എന്റെ ഈശ്വര. സാർ, ഒരു ടെലഗ്രാം ഉണ്ട്. അങ്ങനെ ഒരു സാഹസം രവീന്ദ്രൻ സാർ കാണിക്കുമെന്നാ എന്റെ ഒരു സംശയം. കുറച്ച് നാളുകളായി സാർ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ജീവിതം തന്നെ മടുത്തു എന്ന്
അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കാണായാതെ ദിവസം ഒരാൾ റെയിൽവേ ബ്രിഡ്ജിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നതായി കണ്ടവരുണ്ടത്. അപ്പോ ഏതായാലും സാറിന്റെ പെട്ടി മറ്റും കൊണ്ടുപോയിക്കോളൂ. മേശയുടെ വലിപ്പിൽ നിന്നും ഒരു കത്തും കിട്ടിയിട്ടുണ്ട്. അത് രവീന്ദ്രൻ സാറിന്റെ ഭാര്യയുടേതാണെന്ന് തോന്നുന്നു. എന്താ മോനെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ മോനെ. ചേട്ടൻ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. പലരും പലതും പറയുന്നുണ്ട്. പുഴയിൽ ചാടി. എന്റെ ദൈവമേ. ചേട്ടത്തിയുടെ ഈ കത്ത് കിട്ടിയതാ കാരണമെന്നാ പറയുന്നത്. ഇടി മഹാഭാവി, നീ എന്റെ മകനെ കൊന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേട്ടനൊന്നും സംഭവിച്ചു കാണില്ല. ചേട്ടത്തിയുടെ വിവരങ്ങൾ അറിഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ നാട് വിട്ടുപോയതായിരിക്കും. എന്റെ മോനിനി എന്റെ കൂടെ താമസിച്ചാ മതി. ഉദ്യോഗം ഇല്ലെങ്കിൽ വേണ്ട. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ നീ വേഗം കല്യാണം കഴിക്കണം. എന്നിട്ട് അവളെ എന്റെ കൂടെ താമസിപ്പിക്കണം. എങ്കിലും എന്റെ സങ്കടം തീരും. ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണിനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ വിവാഹം നടത്തി ഈ ഭാർഗവീ മന്ദിരത്തിനുണ്ടായ എല്ലാ ശാപവും രാജൻകുഞ്ഞ് തീർത്തു തരണം. തന്നേ പറ്റൂ. എന്റെ മോൻ നാളെ തന്നെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണേ. എന്തിന്? ഒരു ലോകബോധ്യത്തിന്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടരുത്. അയ്യോ, ദേഷ്യമോ? നിന്നോടോ? എന്റെ മോൻ കാര്യം പറ. എന്റെ വിവാഹം കഴിഞ്ഞു. ഏ? പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എനിക്ക് പറയാതെ നടത്തേണ്ടി വന്നു. നാരായണ നാരായണ, ഞാൻ എന്തായി കേൾക്കുന്നത്? അച്ഛനില്ലാത്ത 3 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഗതി ഇതാണോ? രവിയുടെ 7ാമത്തെ വയസ്സിൽ. അമ്മേ, അച്ഛനില്ലാതെ ഞങ്ങൾ വളർത്തിയ കഥ ഞാൻ ഒരുപാട് കേട്ടതാണ്. അതെ, രാജൻകുഞ്ഞിന് അന്ന് 4 വയസ്സ്. താൻ പോടൂ. അമ്മമാര് മക്കളെ വളർത്തുന്നത് അത്ര വലിയ ത്യാഗമൊന്നുമല്ല, അതവരുടെ കടമയാണ്. ഇനി ഈ വീട്ടിൽ കാലൂക്കി പോരും. ഞാൻ ഇറങ്ങിയേക്കാം. ആരോഗ്യമുള്ള ഒരു ശരീരം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്കറിയാം. അന്ന് അമ്മ ഇവിടുന്ന് അവമാനിച്ചയച്ച അഡ്വക്കേറ്റ് ഭാസ്കര മേനോന്റെ മകൾ ഗീതയാണ് എന്റെ ഭാര്യ. അവളും വിദ്യാഭ്യാസമുള്ളവളാണ്. ഞങ്ങൾ അവിടെ സുഖമായി ജീവിച്ചോളാം. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാം. പക്ഷെ ഒരു അപേക്ഷ മാത്രം, ഇനിയെങ്കിലും അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. എടാ, എന്നെ പഠിപ്പിക്കാൻ വരുന്നു. നിന്നെപ്പോലെ ഒരു മോൻ എനിക്ക് ഇല്ലെന്ന് വിചാരിക്കും. ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. നമസ്കാരം. ഉടനെ പൊയ്ക്കോളാം. ചേട്ടത്തി, ഈ വീട്ടിൽ വന്നതിന് ശേഷം ചേട്ടത്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു. ചേട്ടത്തി പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറാതിരിക്കില്ല. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങളുടെ അടുത്ത് വരണം. ഞാൻ അഡ്രസ് തരാം. ചേട്ടത്തിക്ക് അവിടെ സുഖമായി കഴിയാം. പോയ കാര്യം എന്തായി? ചേട്ടൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. സ്കൂളിലും അന്വേഷിച്ചു. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടത്തിയുടെ കാര്യ കഷ്ടമായത്. പാവം, അമ്മ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തീരെ സഹിക്കാനാവാതെ വന്നാൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. നമ്മുടെ കാര്യം പറഞ്ഞു. പറഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോ ഇനി അങ്ങോട്ട് കയറി ചെല്ലണ്ട. ഇനി എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ജീവിക്കും, അല്ലാതെ എന്താ? നീ എന്ന് കുറച്ച് കാപ്പി ഇട്, ഞാൻ ഒന്ന് കുളിക്കട്ടെ. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു. വിളിച്ച് എന്റെ തൊണ്ട പൊട്ടാറായി. എന്താണ് നിനക്ക് അനക്കമില്ല അല്ലേ? ഞാൻ കേട്ടില്ല അമ്മേ. എന്താ നിന്റെ കാലം പൊട്ടിപ്പോയോ? അതോ ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണോ? ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഞാൻ വരാം അമ്മേ. എടീ, നിന്റെ സൗകര്യത്തിന് നിൽക്കുന്നവളല്ല ഈ ഭാർഗവിയമ്മ. അവിടെ ഇപ്പൊ വരാം.
മോളെ, നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് മോള് ഇവിടെ കഴിയുന്നെന്തിന്? എനിക്കൊരു വിഷമവുമില്ല മൊയ്തുക്ക. എന്ന് ഈ പറയും. പക്ഷെങ്കില് എന്റെ മുഖത്തിന് നുണ പറയാൻ കഴിയൂല മോളെ. ഞമ്മള് അങ്ങോട്ട് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. നമ്മളും ഐസും ഈ നാട്ടിൽ നിന്ന് പോവാ മോളെ. എങ്ങോട്ട്? വയനാട്ടില് നമുക്കൊരു അമ്മായി, അവിടെ ഇത്തിരി ഭൂമിയും നിലവുണ്ട്. ഇനിയുള്ള കാലം അവിടെ കഴിയാന്ന് വിചാരിക്കാം. മൊയ്തുക്ക കൂടി പോയാൽ എന്റെ മോള് തനിച്ചാവും. ഈ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയണ്ട. എന്റെ കൂടെ പോര്. ഞമ്മക്ക് ഏതായാലും മക്കളില്ല. എന്റെ സ്വന്തം മോളായിട്ട് അനക്ക് അവിടെ കഴിയാം. വേണ്ട മൊയ്തുക്ക, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ തറവാട്ടിലേതാണ്. എത്ര നരകം അനുഭവിക്കേണ്ടി വന്നാലും ഈ വീട് വിട്ട് ഞാൻ വരില്ല. മോളെ, ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാല് അന്നോല് കൊല്ലാതെ കൊല്ലും. അതിനിട കൊടുക്കണ്ട. ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് അനക്ക് അവിടെ സന്തോഷമായിട്ട് കഴിയാം. ഐസും അന്നൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. മൊയ്തുക്ക പൊയ്ക്കോളൂ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എന്നെങ്കിലും എന്റെ രവിച്ചേട്ടൻ തിരിച്ചു വരും. അതുവരെ ഞാൻ എല്ലാം സഹിച്ചിവിടെ കഴിഞ്ഞോളാം. എന്താ പേടിച്ചു പോയോ? നോക്കൂ, ഇതൊന്നും എനിക്കിഷ്ടല്ല കേട്ടോ. പിന്നെ എന്താ നിനക്ക് ഇഷ്ടമുള്ളത്? എന്തായാലും പറ, ഞാൻ കൊണ്ടുവരും. പണ്ട് ഭീമസൻ പാഞ്ചാലിക്ക് കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? കഥയൊക്കെ മതി. എന്താ ഈ നേരത്ത്? ഈ നേരത്ത് നിന്നെ കാണാനല്ലാതെ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? നോക്ക്, ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാണ്. എത്രയും നേരത്തെ നമ്മുടെ വിവാഹം നടത്തണം. അന്ന് അമ്മ പറഞ്ഞപ്പോ ഇപ്പൊ വിവാഹം വേണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ ഒഴിഞ്ഞു മാറിയതല്ലേ? അതന്ന്. പക്ഷെ ഇപ്പോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യുന്നായി. ഗോപേട്ടൻ പറയുന്നത് കളിയാണോ കാര്യാണോ തിരിച്ചറിയാൻ പറ്റില്ല. വിശ്വാസമില്ലേ? ശരി, നോക്ക്, ഈ വിളക്ക് സത്യമായി. വേണ്ട, ഈ തുളസി സത്യമായി. അതും വേണ്ട, നിന്നാണ് സത്യം. ഇപ്പൊ വിശ്വാസമായോ? രമേ, രമ ഒരു കാര്യം ചെയ്യും. നാളെ ഉച്ച ക്ലാസ് കട്ട് ചെയ്തത് എന്റെ കൂടെ വരും. എനിക്ക് ഹൃദയം തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. വരില്ലേ? അയ്യോ, അമ്മയും മറ്റും കാണും. ഓ ശരി, വാ. കാപ്പി കുടിക്കാൻ ഈ മുറിയിൽ വന്നിരിക്കുന്ന എന്തിനാ? സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് കഴിക്കാറില്ല. മാത്രമല്ല, ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന് ഏകനായിരിക്കും. രമയിരിക്കും. കാപ്പി പറഞ്ഞു. എനിക്ക് വേഗം പോണം. തിരക്ക് കൂട്ടാതെ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. കൂടുതൽ സന്തോഷം വരുമ്പോ ഞാൻ അല്പം മദ്യപിക്കും. നിനക്ക് വിഷമം തോന്നരുത്. കഴിക്കൂ.
വിവാഹത്തിന് മുമ്പ് ഇതൊന്നും വേണ്ട. വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മൾ തന്നെയല്ലേ? നീ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ് ഞാൻ അവിടെ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഒന്ന് സൂഹിക്കുന്നു. എന്താണ് നിനക്ക്? എനിക്ക് വയ്യമ്മേ. ഇവക്ക് പേറ്റുനോവ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പോയി ഡാക്ടറെ വിളിച്ചോണ്ടരാ. വേണ്ട വേണ്ട വേണ്ട, ഡാക്ടറെ ഒന്നും വിളിക്കണ്ട. നീ പോയി ആ പതിച്ചീനെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ 3 മക്കളെ പ്രസവിച്ചതേ ഡാക്ടർ വന്നിട്ടോ പട്ടുപറ്റേ കിടന്നിട്ടോ ഒന്നുമല്ല. ശരി. ഇതാ ഒരു കത്തുണ്ട്. ആരുടെ കത്താണ്? വീട്ടിൽ നിന്ന്. എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. വരൂ. അവിടെ നീ എന്താ നമ്മളൊരുമാരെ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ചായ ആർക്കാ? ചായ സാറിനുള്ളതാ. ഞാൻ പിന്നെ സാറില്ലേ, സാറിന് വരെ വേണ്ട കൂടി. നീ പോ. എടാ, ഇന്ന് നേരം വെളുത്ത പിന്നെ എത്രാമത്തെ ചായയായി കുടിക്കുന്നത്? അതെങ്ങനെയാ? മനുഷ്യനൊരു സ്ഥലത്തിരുത്തണ്ടേ? എവിടെ പോയാലും ചായ കുടിക്ക് കുടിക്ക് എന്നും പറഞ്ഞ് പിന്നാലെ നടക്കുകയല്ലേ. കുടിച്ചില്ലെങ്കിൽ നിന്റെ അന്തസ്സിന് കുറവല്ലേ എന്ന് വിചാരിച്ച് കുടിച്ചു പോകുന്നതാ. അത്ര കഷ്ടപ്പെട്ട് നീ എന്റെ അന്തസ് വർദ്ധിപ്പിക്കണ്ട. ഇതോടെ നിർത്ത്. അതിപ്പോ എങ്ങനെയാ? കുടിച്ച് ശീലിച്ചു പോയതല്ലേ. അല്ലെങ്കിൽ നീ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു. നോക്കട്ടെ. നോക്കൂ,
ഇന്ന് കുറച്ച് നേരത്തെ വരുമോ? നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കൊന്ന് പോകണം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഞാൻ എന്റെ അമ്മാവിയമ്മയെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം, അവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കണം. ഗീതേ, നീ എന്താ ഈ പറയുന്നത്? സാധാരണ ഒരു ഭാര്യയ്ക്ക് തോന്നുന്ന ആഗ്രഹം മാത്രം. നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? വളരെ മുമ്പേ ആലോചിച്ചതാണ്. ഇന്നലെ വന്ന കത്ത് വായിക്കുകയോട് ചെയ്തപ്പോ ഇനി താമസിപ്പിക്കേണ്ടാൻ തീരുമാനിച്ചു. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അമ്മാവൻ സമ്മതിക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ ചേട്ടത്തി ഒറ്റയ്ക്കല്ലേ എല്ലാം സഹിക്കുന്നത്. ഞാൻ കൂടി ചെന്നാൽ അവർക്കൊരു സഹായമാകും. ഇങ്ങോട്ട് നോക്കി. രാജന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഭേദം. സാരമില്ല, എത്രയായാലും എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോകുന്നതാണ് നല്ലത്. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം. നിൽക്കൂ നിൽക്കൂ, ഒരു നിമിഷം. നോക്ക്, ഇതാണ് രമ, എന്റെ ഒരേ ഒരു അനിയത്തി. ഇത് ഗീത, നിന്റെ ചേട്ടത്തിനാണ് കേട്ട. അതാണ് രാമു, എന്റെ സ്നേഹിതൻ. ഒരു പണിയില്ല. ഇതാണ് ചേട്ടത്തി. വരൂ, വലുതുകാലി വെച്ച് കയറും. നിൽക്കണേ. അമ്മ ക്ഷോഭിക്കരുത്, ബ്ലഡ് പ്രഷർ കൂടും. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. നിങ്ങളാണ് അപ്പുക്കുട്ടനല്ലേ? അതെ, ഞാൻ തന്നെയാ. ആ കാറിനകത്ത് ഞങ്ങളുടെ പെട്ടിയും കിടക്കയും എല്ലാം ഉണ്ട്, അകത്തേക്ക് എടുത്തു വെക്കൂ. ഹലോ ഹലോ ബോയ്, വരൂ വരൂ, അടുത്തേക്ക് വരൂ. ആ കാറിനകത്ത് പെട്ടിയും കിടക്കയിലുണ്ട്, പോയി എടുത്തു വരൂ. ഏതായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ചേച്ചി, മോളെവിടെ? ഉറങ്ങുക. ചേട്ടത്തി പേടിക്കണ്ട, ഇവളൊന്ന് കരുതി പോന്നിരിക്കുക. ഈ അഹങ്കാരി പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഈ നിമിഷം വീട്ടിൽ നിറയിക്കൊള്ളണം. എന്റെ ഭാര്യയെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് കൊണ്ടുവരാനമ്മേ? സാരമില്ല, നമ്മൾ ഇത്രയും നാൾ ഇങ്ങോട്ട് വരാതിരുന്നതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്ക്, അല്ലേ അമ്മേ? ആ, രാജേട്ടൻ ചായ വേണ്ടേ? അമ്മേ, അടുക്കള എവിടെയാ? ഒറ്റ സാധനം ഇതിനകത്ത് കയറ്റി പോരുത്, കൊണ്ടുപോകാൻ വെളിയിൽ. തന്റെ ബോസാ പറയുന്നത് അകത്തേക്കെടുത്ത് വെക്കാൻ. രാപ്പുകുട്ട, ഞാനാ പറയുന്നത് ഈ പെട്ടിയൊക്കെ വെളിയിൽ കൊണ്ടുപോ. ഞാനാ പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. രാപ്പുകുട്ട, ഈ ഭാർഗവ്യം വന്നിട്ട് ഭാർഗവ്യമ്മ പറയുന്നത് കൊണ്ടുപോകാൻ വെളിയിൽ. അപ്പൂട്ടാ, ഭാർഗവി മന്ദിരത്തിലെ ഭാർഗവി അമ്മയുടെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നത് എല്ലാം അകത്തേക്കെടുത്ത് വെക്കാൻ. ഒരു കാര്യം ചെയ്ത് ഇതൊന്നു പിടി, സൂക്ഷിച്ചു പിടി, സൂക്ഷിച്ചു പിടി. ഇല്ല, പൊട്ടണ സാധനം കൊണ്ട് താഴ്ത്തിട്ടരുത്. ഒരു ഉപകാരം ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വട്ടം മുറിക്കുക, എന്നിട്ട് തലയകത്തും വെക്കുക, കട പുറത്തും വെക്കുക. അപ്പൊ ഇനി ജീവനോടെ പോകാമല്ലോ. മനുഷ്യന് കരയ്ക്കും പോയോ വെള്ളത്തിലും പോയോ ആത്മഹത്യ ചെയ്യും ഞാൻ.
എന്താ ഇവിടെ ഒരു ബഹളം? ഇവര് അകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അമ്മ തമാശ പറയുന്നല്ലേ? അപ്പുക്കുട്ടാ, അതിങ്ങ അകത്തേക്ക് കൊണ്ടുപോവാ. സ്വന്തം മാന് പിറന്ന വീട്ടിൽ അവകാശമില്ലെന്ന് ഏതെങ്കിലും അമ്മമാര് പറയുവോ? പതുക്കെ 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 പിടിയില്ലേ? നല്ല മിടുക്കിയല്ലേ? എനിക്ക് പേടിയാവുന്നു. മോളെ എണീറ്റോ? മോളെ രമേ, മോളെ ഒന്ന് പിടിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, ഞാൻ എടുക്കാം. മോളെ രമ എടുത്തിരിക്കുന്ന കണ്ടാൽ അമ്മ അവളെ തല്ലും. ചേട്ടന്റെ കുഞ്ഞിനെ എടുത്തിട്ടല്ലേ? സാരമില്ല, മോളെ ഇതാ പിടിക്ക. ആ പിടിക്ക്. എന്റെ ആയുസിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വെച്ച് സത്യം പറയാനുണ്ടല്ലോ, അതെ എന്റെ ഈ പെരുവരല് തൊട്ട് തലമുട്ടി വരെ ഒരു തരിപ്പങ്ങോട്ട് കയറിയിട്ടേ പിന്നെ ഞാൻ ഈ ഭാർഗീയ മന്ദിരത്തിലെ ഭാർഗീയമ്മയുടെ അന്തസ്സിനെ ആലോചിച്ചൊന്നും പറഞ്ഞില്ല. ദേ ചൊറിച്ചിന് വരണ്ടിട്ടാ ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ എന്താ. ചായ അമ്മയുടെ പാകമൊന്നും എനിക്കറിയില്ല. പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഹാർട്ടിന് അസുഖമുണ്ടെന്ന് രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മ കപ്പും സോസും ധാരാളം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. രമേ, 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 ഇവിടെ ഒന്ന് തുടയ്ക്കൂ. എനിക്കൊന്ന് കുളിക്കണം. മോളെ ഇങ്ങ് തന്നേക്കൂ. മോളെ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ. ഇവിടെ നല്ല കാറ്റുണ്ട്. അതൊന്നുമല്ല, അമ്മയുള്ളത് കൊണ്ട് ചെറിയൊരു പേടി അല്ലേ? ഞാൻ എന്തിനു പേടിക്കുന്നു? അതിരിക്കട്ടെ, പാർട്ടി എന്ത് ചെയ്യുന്നു? അകത്ത് കലിതുള്ളി വെളിച്ചപ്പെടുന്നുണ്ട്. പെരുമാറ്റം നീ വിചാരിക്കുന്നതിനേക്കാൾ പെശകാണ്. സാരമാക്കണ്ട. എന്നെ സമാധാനിപ്പിക്കുകയാണോ? അക്കാര്യോർത്ത് സാറ് വിഷമിക്കരുത്. ആരത്? ഇത് ഞാനല്ല. ഇവിടെ വാടോ. എന്നോടാണോ വരാൻ? എന്താ ഇവിടെ? ഭയങ്കര ഉഷ്ണം. സ്വല്പം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് വേണോ കാറ്റ് കൊള്ളാൻ? സമ്മതിച്ചു. ബോയ് അടുത്തേക്കോ കേട്ടോ. ചായ ആർക്കാടോ? രാജൻ കുഞ്ഞന്. രാജൻ കുഞ്ഞെന്നു? രാജൻ സാറെന്ന് പറയണം. കൊച്ചിലെ മുതൽ രാജൻ കുഞ്ഞിനെ ഞാൻ കുഞ്ഞെന്ന് വിളിച്ച് ശീലിച്ചു പോയി. രാജൻ കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ രവിക്കുഞ്ഞിന് കുഞ്ഞു വിളി മാറ്റി സാറെന്ന് വിളിക്കണം. ഓ യെസ് സാർ. പിന്നെ വേറൊരു കണ്ടീഷൻ, ടൗണിൽ രാജനെ ചായമായി ഉണർത്താറുള്ളത് ഞാനാണ്. എന്റെ ഈ മുഖം കണി കണ്ട് എഴുന്നേൽക്കുന്നതാണ് രാജന് ഇഷ്ടം. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. ആദ്യം ചായയുമായി വന്ന് എന്നെ വിളിച്ചുണർത്തണം, എനിക്ക് തരണം. എന്നിട്ട് രാജനുള്ള ചായ എന്നെ ഏൽപ്പിക്കണം. ഞാൻ കൊടുത്തോളാം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? ആ വയ്ക്കൂ. കലികാലം തുടങ്ങി. രാജൻ കുഞ്ഞിന് ചായ കൊണ്ടു കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ലെന്നായി. ആരാടാ പറഞ്ഞത്? ആ പ്രാന്തൻ. അവൻ എന്റെ മോനാണടാ. ആര്? ആ പ്രാന്തനോ? അവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വളർത്തിയത് അറിയാമോ? അടയ്ക്കാ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായാലോ. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരാ. രമേ, നിന്റെ പുതിയ ചേട്ടത്തി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണാൻ വന്നതാ. ചേട്ടത്തി അകത്തുണ്ട്. ഏയ്, നീ കോളേജിലേക്കാണോ? അതെ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. ഒരു പിക്നിക്കിന് പോകാം. കോളേജ് വിടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം. രമേ, നിനക്ക് പോവാൻ സമയമായില്ലേ? നമസ്കാരം. രാജേട്ടന്റെ ഭാര്യയായിരിക്കും? അതെ. ഞാൻ ഗോപൻ, രാജേട്ടന്റെ അമ്മാവന്റെ മോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരൂ, ഇവിടെ ഇരിക്കൂ. ഞാൻ അമ്മയെ വിളിക്കാം. ഹേയ്, എനിക്കൊരു തിരക്കില്ല. ഇവിടെ ഇരിക്കാൻ. അമ്മ ഇപ്പൊ വരും.
എന്താ അമ്മേ അമ്മായിക്കൊരു വിഷമം? എന്താ അമ്മേ? എനിക്കിനി ജീവിച്ചിരിക്കണ്ട ഗോപ. എന്റെ മക്കൾക്ക് ആർക്കും എന്നെ വേണ്ട. കുടുംബത്തിൽ പിറക്കാത്ത ഓരോ പെണ്ണുങ്ങളല്ലേ വന്ന് എന്നെ ഭരിക്കുന്നത്. എന്റെ ഈശ്വര, എനിക്കത് ചത്താ മതി. ഈശ്വര, എനിക്ക് വേണ്ട. പിടിച്ചെടുത്തി അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇടിക്കുന്നല്ലേ, നമ്മൾ എന്തിനാ തടുക്കുന്നത്? നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ? അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോടെ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മേ, അയ്യോ അയ്യോ, ഞാൻ ജീവിക്കില്ല. അയ്യോ സാരമില്ല, ഇനി ഭേദമായിക്കോളൂ. അയ്യോ, ആരും ശല്യപ്പെടുത്താതിരുന്നാ മതി. ചേച്ചി വരും, ബോബിനിരിക്കൂ, ചായ കൊണ്ടുവരാം. എന്റെ അമ്മേ, അയ്യോ എന്താ താക്കൂല്? ഇതൊക്കെ എങ്ങോട്ടാ? അലക്കാനാ. ഗീതയുടെ തുണിയുണ്ടെങ്കിൽ തരൂ, ഞാൻ അലക്കിത്തരാം. വേണ്ട വേണ്ട, ചേച്ചി അലക്കൊന്നും വേണ്ട. സാരമില്ല, ഒന്ന് വെറുതെ ഇരിക്കണോ? ദേ മോള് കരയുന്നു, ചേച്ചി അങ്ങോട്ടല്ലേ ചെല്ലാൻ. അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എത്ര നേരമായി വിളിക്കുന്നു, എവിടെ പോയി കിടക്കുന്നു? അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എന്തേ ഇവിടെ വാ. വിളിച്ചാവോ? ഇവിടെ വേറെ വേലക്കാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണ്. പക്ഷെ അന്നേ ഇവളവിടുന്ന് ഡൈവോഴ്സ് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും നീയും ചേർന്നല്ലേ അവളെ അയച്ചത്. ഇവിടിപ്പോ ജോലി ചെയ്യാനാരാ? വിമലക്കുഞ്ഞായിരുന്നു. കഷ്ടം. ചേച്ചിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ചെയ്യല്ലോ. എനിക്കിവിടെ വേറെ ജോലിക്കാർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്കുമില്ല. ജോലികൾ അപ്പുകുട്ടൻ ചെയ്താലും മതി. അത് മതി. അയ്യോ, ഞാൻ എന്താ തനിക്ക് മേലളകി പണിയെടുത്തുകൂടി? എനിക്ക് മേലളകി ജോലി ചെയ്ത് ശീലമില്ല. ജോലി ചെയ്യാതെ തിന്ന് ശീലിച്ചു പോയല്ലേ? അതെ. സാരമില്ല, തന്നെത്താൻ പഠിച്ചോളൂ. അല്ല, ഞാൻ വേറെ ജോലിക്കാരെ അന്വേഷിക്കാം. ഏയ് വേണ്ട വേണ്ട, അപ്പുക്കുട്ടനായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. അപ്പുക്കുട്ടൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അവിടെ നിൽക്ക്. എടോ, എല്ലുമുറിയ പണിയെടുത്താ പല്ലുമുറിയ തിന്നാന്ന് കേട്ടു. എനിക്ക് എല്ലുമുറിയണ്ട പല്ലുമുറിയണ്ട, എന്റെ എല്ലാം മുറിഞ്ഞത്. അതേ ഇത് കണ്ട. അത് ശരി, എന്നൊന്ന് കഴിയാതെ വിളിച്ചാ മതി. ഇതാ അപ്പുക്കുട്ടൻ അലക്കിയിട്. പോകുമ്പോ അടുക്കള വരാന്തയിൽ ചേച്ചിയുടെ മുണ്ടും ബ്ലൗസും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ എടുത്തോണം, മറക്കരുതേ. ശരി. ഇനി വാ, ഇനി വാ. ഈ വാച്ചേ ജോലി ചെയ്യുമ്പോ അസൗകര്യമായിരിക്കും, ഇനി അഴിച്ചതാ. അയ്യോ, ഇത് ജനിച്ചപ്പോ കിട്ടിയതാ, ഊരാൻ പറ്റില്ല. എന്നാ തല്ലി പിടിച്ചെടുക്കാം. അയ്യോ, അവിടെ ഇല്ല, അവിടെ ഇല്ല, ഒരു നിമിഷം. അവിടെ അല്ലേ, ഒരു നിമിഷം. എന്തുകൊണ്ട് അച്ഛനോടൊന്ന് വരാൻ പറയണം. പറയാം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ അറിയിക്കണം. ഒന്നും പേടിക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. എന്തിനും നീ മാത്രം പോകുന്നു? ഇവളെ കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ, ഞാൻ എങ്ങനെ പോകാനാ? ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, ചേച്ചിക്ക് കുഞ്ഞിനെ നോക്കണം, രമയ്ക്കാണെങ്കിൽ കോളേജിലും പോണം. അമ്മയ്ക്ക് പെട്ടെന്ന് വല്ല ബോധക്കേട് ഉണ്ടായാൽ ഒന്ന് വന്ന് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. ഓ, നിങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഇറങ്ങി തന്നാ മതി. ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വരണം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എടാ, നിന്റെ അമ്മയാണ് പറയുന്നത്.
ഇവളെ കൂടെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എങ്ങോട്ട് പോകാനാണമ്മേ? ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം. എനിക്കതാ ഇഷ്ടം. ഞാൻ പോയി വരാം. പുറപ്പെട്ടോ? പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഇവന്റെ ശല്യങ്ങൾ കൂടുമ്പോ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ? സമയത്തിന് ആഹാരം കഴിക്കണം എന്നല്ലാതെ ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല. ഇതേ മോക്ക് നല്ല പനി, ഒന്ന് വന്ന് നോക്കൂ. ഒരു കണക്കിന് അതിന്റെ മുകളിൽ നിന്ന് ഇഴുകി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരീരത്തിൽ ആകെ തൊഴിലില്ല, പക്ഷെ ഒരു തുള്ളി ചോര വന്നില്ല. അത് വേറെ കാര്യം. ഇതേത് കണ്ട 1/2 ഏക്കറില്ല അവിടെ. അതേ അമ്മേ, കുഞ്ഞിന് നല്ല പനി, ഡോക്ടറെ കാണിക്കണം. കാണിക്കാൻ രാജേട്ടൻ പോകുമ്പോ ഞാൻ പണം വാങ്ങി വെക്കാൻ മറന്നു. ടാക്സി വിളിക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ പണം വേണ്ടേ? ഇപ്പൊ നിനക്കെന്നെ വേണം അല്ലേ? പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് നീ കുട്ടിയെ ചികിത്സിക്കില്ല. അമ്മേ, നല്ല പനിയുണ്ട്, താമസിപ്പിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇത് കണ്ടോ, ഇതെന്റെ അലമാരയുടെ താക്കോല. ഇതിനകത്ത് ഇഷ്ടം പോലെ പണം ഇരിപ്പുണ്ട്. പക്ഷേ ഒറ്റ പൈസ ഞാൻ നിനക്ക് തരില്ല. കടമായിട്ട് തന്നാ മതി, ഞാൻ പിന്നെ തിരിച്ചു തരാം. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേടാ അപ്പുകുട്ട? അയ്യോ, എന്നെ താക്കോല്, എന്നെ താക്കോല്. അയ്യോ, ഇതാ 100 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് തിരിച്ചു തന്നേക്കാം. ഇനിയും വേണ്ടി വന്നാൽ ഞാനിത് ചെയ്യും. പരിചയിച്ചു. എടാ, നീയൊക്കെ ആണായിട്ട് ഇവിടെ നിന്നിട്ട് എന്താണ് പ്രയോജനം? എന്താടാ? ഈ ഭാർഗവീയ മന്ദിരത്തിനുള്ള ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റൊന്നും തോന്നരുത്. എന്താ? ഞാൻ സ്മോൾ ബുദ്ധി ഉപയോഗിക്കട്ടെ. എന്താ ബുദ്ധി? ഈ താടകയുടെ താണ്ഡവം നിർത്തലാക്കാൻ ഒറ്റ മാർഗമുള്ളൂ. എന്തോ? എനിക്ക് വേണ്ടിയിട്ടല്ല, ഭാർഗവമ്മയുടെ അന്തസ്സ് വീണ്ടും കിട്ടണമെങ്കിൽ മാത്രം. അതെങ്ങനെയാ? സമ്മതമാണെങ്കിൽ സംഗതി നിസ്സാരമാണ്. ആശുപത്രിയിൽ നിന്നും ഗീതക്കുഞ്ഞ് തിരിച്ചു വരുന്നു. ക്ഷീണം മാറ്റാനായി നമ്മൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. ആള് കുടിക്കുന്നു. പാല് കുടിച്ചാൽ എങ്ങനെയാ മരിക്കുക? വെറും പാലല്ല, തിളപ്പിച്ച പാലിൽ ഒരു പല്ലിയിടുക. പല്ലിവിഷത്തേക്കാൾ വേറെ വലിയ വിഷം ഇല്ലെന്നാണ് കേൾവി. പല്ലിയിട്ട് തിളപ്പിച്ച പാൽ കുടിച്ചിട്ട് മരിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ കാലം ഈ പണി നിർത്തി സ്ഥലം വിടുക നല്ലത്. ശരി. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അമ്മേ, ടാക്സിക്കും മരുന്നിനുമായി 63 രൂപ ചെലവായിട്ടുണ്ട്. ഇതാ ബാക്കി. ഇതൊക്കെ എന്തിനാ മോളെ എന്റെ അടുത്ത് തരുന്നത്? ഇവിടെ ഉള്ള പണം നിങ്ങൾക്കുള്ളതല്ല, വേറെ ആർക്കാ? അപ്പാപ്പഴത്തെ സങ്കടം കൊണ്ട് അമ്മ അത് ഇതൊക്കെ പറയും. അതിപ്പോ അത്ര കാര്യമാക്കാനുണ്ടോ? നിങ്ങളോട് ചോദിച്ചില്ല. ഇല്ലല്ലേ? മിണ്ടായിരിക്കണം അപ്പുകുട്ടാ. മോളെ എന്നാ ഈ പാല് കുടിച്ച് ക്ഷീണം മാറ്റി. എനിക്ക് വേണ്ടമ്മേ. അയ്യോ, എന്റെ പൊന്നു മോളല്ലേ, നീ എത്ര ആയിരുന്നാലും എന്റെ മോന്റെ ഭാര്യയല്ലേ. നിന്നോട് എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? മോള് വാങ്ങിച്ചു. ഓ, ഡോക്ടറെ കാണാൻ പോയപ്പോഴുള്ള തിരക്ക് ഒരു കണക്കിന് ഞങ്ങൾ കുഞ്ഞിനെ കാണിച്ചിട്ടെങ്കിൽ പോന്നു. ആര് കുടിക്ക്? ചൂടാറിയ വീര്യം കുറയും. കുടിച്ചു മോളെ. ഇപ്പൊ ഡോക്ടറെ കാണിച്ചത് നന്നായി എന്നാ പറഞ്ഞത്, ഇല്ലെങ്കിൽ അപകടമായേനെ. ആര് കുടിക്കു കുഞ്ഞേ? പല്ലി തല വീണാൽ പിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയുക, അല്ലേ അമ്മേ? ഇത് അപ്പുക്കുട്ടം കുടിച്ചോ, എനിക്ക് വേണ്ട. കഴിച്ച കഴിച്ചാൽ ഞാൻ ഇപ്പൊ കഴിച്ചേ ഭാഗ്യമ്മയ്ക്ക് കൊടുത്തേക്കും. പിടിക്കാൻ നശിച്ചവള് എവിടെ കയറി വന്നാലും അവിടെ കുടിയും. എന്താ അമ്മേ? നീ ആ കാട്ടിന് കൊണ്ടുവാ, നീ കുടിച്ചോ. അയ്യോ, എന്താ ഭാർഗവമേ, സുഖം തന്നെ അല്ലേ? കുറച്ചു ദിവസം ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു, സമയം കിട്ടുന്നില്ല. എന്താ ഭാർഗവമ ഒന്നും മിണ്ടാതിരിക്കണത്?
അച്ഛനോ? കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അച്ഛനായിരിക്കുമെന്ന്. ഇരിക്കു അച്ഛാ, ഇരിക്കണം. നിനക്ക് സുഖം തന്നെയാണല്ലോ ലേഡി മോളെ? സുഖമാണ്. രാജേട്ടൻ എന്തേ വരാതിരുന്നത്? അവന് ജോലി ചെറുക്കാരനെ വന്നില്ല, അത്രേ ഉള്ളൂ. ഭാർഗവ്യം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നു? അയ്യോ, അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല. അമ്മ വലിയ ഈശ്വരഭക്തിയാണെന്ന് അറിയാമല്ലോ. ഇപ്പോ മൗനവ്രതം ആചരിക്കുകയാണ്. അടുത്ത ഏകാദശി വരെ ആരോടും മിണ്ടില്ല. എനിക്ക് മൗനവ്രതം മണ്ണാങ്കട്ടി ഒന്നുമില്ല. അയ്യോ, വ്രതം തെറ്റിയല്ലോ അമ്മേ. അച്ഛനാണ് ഇതിനൊക്കെ കാരണം. ഇപ്പൊ വിശേഷം അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മേ, അറിയാതെ മിണ്ടിപ്പോയതല്ലേ, സാരമില്ല, ദൈവം ക്ഷമിച്ചോളൂ. എടേ, നീ എന്നെ പരിഹസിക്കണ്ട. നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ അമ്മേ, ശബ്ദം വെക്കരുത്, ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. ശരീരം ഇങ്ങനെ അനക്കരുതെന്നല്ലേ ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. എടേ, എന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് എന്നെ അവമാനിക്കാൻ മാത്രം നീ വളർന്നോടി. ഈ ഭാർഗവ്യമെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അച്ഛൻ ഇതൊന്നും കാര്യമാക്കണ്ട. അമ്മയ്ക്ക് ഈയിടെ നല്ല സുഖമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. പാവം രാജേട്ടൻ വന്നിട്ട് വേണം ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ. നിന്നെ ഞാൻ ഭാർഗവ്യം പോയല്ലേ? മോളെവിടെ? അകത്തുണ്ട്. ഇത് മോൾക്ക് കൊടുക്കാനാ. അച്ഛനകത്തേക്ക് വരൂ, മോളെ കാണാം. ഒരു സങ്കടം ഓർത്തിക്കാനുണ്ടായിരുന്നു. എന്താ? വളരെ നന്ന ചെറുപ്പത്തിലേ വന്നു പെട്ടതാണ് ഞാനിവിടെ. അതിനിപ്പോ എന്താ? അല്ല, ഇത്രയും കാലം ഭാർഗവീ മന്ദിരത്തിലെ ഭാർഗവമ്മയുടെ കാര്യസ്ഥൻ എന്ന വീരേക്കർ എനിക്കുണ്ടായിരുന്നു. മുഖസ്തുതി പറയല്ലോ കേട്ടോ, അതിപ്പോ ഒരു അപമാനമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എന്നെ ഇവിടുന്ന് ഡൈവോഴ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ നടുമുറ്റത്ത് ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. നിനക്ക് എപ്പ പോണം തോന്നുന്നു അപ്പൊ വയ്ക്കും. അതെങ്ങനെയമ്മേ? പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ആരാ ചെയ്യുക? അപ്പുകുട്ടന് പോണെന്ന് പറഞ്ഞാ പിടിച്ചു നിർത്താൻ ഒക്കൂ? അത് തന്നെ. ഒരു തെറ്റും ചെയ്യാത്ത ആ വേലക്കാരി പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞത് ഈ അപ്പുക്കുട്ടൻ കാരണമല്ലേ? അപ്പോ ഇവൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും സാരമില്ല. നിനക്ക് പോണത് അപ്പുക്കുട്ട? പോണോന്ന് ചോദിച്ചാ എനിക്ക് പോണ്ട. അപ്പൊ അമ്മ പറഞ്ഞതോ? അത് തമാശ പറഞ്ഞതല്ലേ. അപ്പുകുട്ട. അപ്പുക്കുട്ടനോ? അപ്പുക്കുട്ടൻ നായരെന്ന് വിളിക്ക്. കാലം മാറി ഭാർഗവമ്മേ. ഇനി നിങ്ങളുടെ വിളിക്കൊന്നും യാതൊരു വിലയില്ലോ. എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേൽക്കാൻ. എന്താണ് ഇത്ര ക്ഷീണം? ക്ഷീണോ? എനിക്കൊരു ക്ഷീണമില്ല. ക്ഷീണമൊന്നുമില്ലല്ലേ? അപ്പൊ കുറച്ച് പണിയുണ്ട്. വാ, പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. അപ്പഴാ പണി പണി പണി. ഈ ഇന്ന് എന്നെ കൊണ്ട് ഒന്നും ഒക്കൂല. ഒക്കില്ലേ? ഒക്കൂല. ഒക്കില്ലല്ലേ? ഒക്കൂല. അപ്പുക്കുട്ട, ഈ തറയൊക്കെ വൃത്തിയേടായി കിടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് തുടച്ചൂടെ? തുടയ്ക്കാം. നാളെ ആദ്യം രാവിലെ തന്നെ തുടയ്ക്കാം. എന്താ പോരെ? പോരാ, ഇപ്പൊ തന്നെ തുടയ്ക്കണം. ഞാൻ തുടച്ചോളാം ഗീതേ. ചേച്ചി അപ്പുറത്ത് പോണം. ഇയാളെ പിന്നെ എന്തിനാ ശമ്പളം കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഒരു ഉപകാരം ചെയ്യോ? എന്നെ ഒന്ന് കൊന്നു തരുമോ? തന്നെ ഇപ്പൊ കൊല്ലില്ല, അടുത്ത പെരുന്നാളിന്. ആ പെരുന്നാളിനോ വിഷുവിനോ എപ്പോ വേണമെങ്കിൽ കൊല്ല്. ഉടനെ വേണം. അത് ഞാൻ ഏറ്റു. ചേച്ചി വരും. മോൾ ഉണരാറായി. പിടിയിടും. മുണ്ടുകളെ കുത്തും. മോളി കയറും. ശരിക്കും നടക്കണോ? നല്ല വില കാണിക്കുന്നു. എവിടെ ഇവിടെ 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 ശരിക്കും നടക്കണം. എന്റെ വില കയ്യില്. ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.
ഓല 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 പുലി നിന്റെ ഒരുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എത്രത്തോളം എത്തുമെന്ന് കാണാൻ വേണ്ടി ഇത്രയും നേരം ഞാൻ കാത്തിരിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇത്രത്തോളം എത്തി. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, ഞാൻ പോവാ. ആരാത്? ഗോപ, നീ ഇങ്ങനെ അലക്ഷ്യമായി നടന്നാ മതിയോ? ഭാവിയെപ്പറ്റി അല്പം ഒന്ന് ആലോചിക്കണ്ടേ? നമുക്കിനി അധികം താമസിക്കാതെ ഇവന്റെ രമയുടെയും കല്യാണം അങ്ങ് നടത്തണം. എനിക്ക് ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ആലോചിച്ചോളൂ. എന്താ രമേ, ദഹിക്കാത്ത വല്ലതും കഴിച്ചോ? ഇല്ല. പിന്നെ? ഒന്നുമില്ല. രമേ, എന്നോട് സത്യം പറയണം. ഗോപനുമായി നിനക്ക് കരയാതിരി. സ്വയം സൂക്ഷിക്കാതെ നടന്നിട്ടിപ്പോൾ കരഞ്ഞിട്ടെന്ത് കാര്യം? എന്താ ഇതുവരെ ഇക്കാര്യം പറയാതിരുന്നത്? അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഒന്നുമില്ല, നീ വാ. അയ്യോ വേണ്ട ചേച്ചി, ഞാനാണ് പറയുന്നത്. വരാൻ. അമ്മേ, എന്താടി? അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ മക്കളെ അനുസരണയോടെ വളർത്തിയിട്ടുള്ളതെന്ന്. അതിൽ വല്ല സത്യമുണ്ടോ? എന്റെ 2 ആമക്കൾ മാത്രമേ ഉള്ളൂ ഭാര്യമാരുടെ വലയിൽ വീഴുന്നത്. ദേ ഇവളുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിന്ന് ഒരക്ഷരം വിട്ടു നിൽക്കില്ല. എന്നെ അനുസരിക്കേണ്ടത് ഇവള് മാത്രം മതിയല്ലോ. അപ്പോ രമ എന്തു അമ്മയുടെ ഉപദേശപ്രകാരമേ ചെയ്യാറുള്ളൂ അല്ലേ? അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ രമേ? അമ്മ പറഞ്ഞ പോലെയല്ലേ നടന്നിട്ടുള്ളൂ. അതെന്താടി അത് കൊള്ളി വെച്ച് സംസാരിക്കുന്നത്? അല്ല, രമ ഗർഭിണിയാണ്. ഞാൻ വിചാരിച്ചു ആരും അറിയാതെ ഇവൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന്. എടേ, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ചോദിച്ചു നോക്കണം. എടേ, ഞാൻ എന്താടി കേൾക്കുന്നത്? കൊന്നോളെ ഞാൻ നിന്നെ. അമ്മേ, ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? 2 ആൺമക്കളെ അമ്മ വെളിയിലിറക്കി, അവരിറങ്ങിപ്പോയി. ഇത് അങ്ങനെയല്ല. മകൾ തെരുവിൽ കിടന്ന് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാൽ അമ്മയ്ക്ക് അത് അന്തസ്സാണോ? ഞാൻ എന്താ ചെയ്യാ? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. നാളെ രാവിലെ അമ്മയും രമയും കൂടി അമ്മാവിന്റെ വീട്ടിൽ പോവുക. വിവരങ്ങളൊക്കെ അമ്മാവിനോട് പറയുക. എത്രയും വേഗം ഗോപന്റെ രമയുടെയും വിവാഹം നടത്തിക്കുക. അവൻ എന്താ ഇപ്പൊ ഇങ്ങനൊരു തോന്നലുണ്ടാവാനെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം. എനിക്ക് തോന്നുന്നത് വല്ല സൗന്ദര്യപ്പണക്കോ ആയിരിക്കുമെന്ന്. ഏതായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. രമയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ. 100 ആയുസ് പറഞ്ഞ് നാക്കകത്തേക്ക് കിട്ടതേ ഉള്ളൂ. എന്താ രമേ, നീയും ഗോപനും തമ്മിൽ പിണക്കമാണോ? അല്ലല്ലോ. പിന്നെന്താ? അവന് ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്നും വേറെ ആലോചിച്ചുകൊള്ളാനും എന്നോട് പറഞ്ഞത്. മോള് സത്യം പറ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും കൂടിയോ? ഇല്ല. ഇത് ചതിയാണ് ചേട്ടാ. ഗോപൻ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ വഞ്ചിച്ചതാ. വഞ്ചിച്ചതോ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഇനിയും ഉണ്ടാവാൻ ഒന്നുമില്ല. രമ ഗർഭിണിയാണ്. അവനെവിടെ? എനിക്ക് അവനോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. അവനിവിടെ ഇല്ല. ഈയിടെയായിട്ട് വല്ലപ്പോഴുമേ ഇങ്ങോട്ട് വരാറുള്ളൂ. വന്നാൽ ഉടനെ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. അവനെ കാണാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. ഭാർഗവി, നീ പൊയ്ക്കൊള്ളൂ. അവൻ വന്നാൽ ഉടനെ അവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഗോപേട്ടൻ ഇപ്പോൾ എവിടെയുണ്ട്? ആർക്കറിയാം മോളെ. നീ സമാധാനമായിരിക്കും, പേടിക്കണ്ട. സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് കഴിക്കാറില്ല. മാത്രമല്ല, ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന ഏകനായിരിക്കും. അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. നീ എങ്ങോട്ട് പോകുന്നു? ഒരു കൂട്ടുകാരിയെ കാണണം.
ഇതാരാണ്? എനിക്കറിയില്ല. അമ്മ വിഷമിക്കാതിരിക്കണം, എല്ലാം ശരിയാകും. രമേ, രമേ, ഗോപനെ കാണാനല്ലേ പോയത്? അവനെ കണ്ടോ? അവൻ എന്തു പറഞ്ഞു രമേ? ഈ മൂശേരി എന്തെങ്കിലും ഒന്ന് പറയടി. എന്താ അമ്മയുമായി വല്ല വഴക്കമുണ്ടായോ? ഇല്ല. പിന്നെ എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താണ് ഉണ്ടായെന്ന് പറയൂ. നമ്മുടെ രമ രമ ഗർഭിണിയാണ്. അമ്മയും രമയും കൂടി അമ്മാവന്റെ വീട്ടിൽ പോയിരുന്നു. ഗോപനിപ്പോ രമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന്, വേറെ വിവാഹം ആലോചിക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ സന്തോഷമായില്ലേ? പെണ്ണിനെ താലോലിച്ച് വളർത്തിയതിന്റെ ഗുണം കാണിച്ചില്ലേ? അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തായിരിക്കും. വേറെ ആരെ കുറ്റപ്പെടുത്താൻ? അവന്റെ എല്ലാ തെറ്റുകൾക്കും അമ്മ കൂട്ടുനിന്നു. മരുമകൻ പണം വാരിക്കോരി ചെലവാക്കുന്നവനല്ലേ? മകളെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് വിചാരിച്ചു. രാജ, അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. വെറുതെ അല്ല ചേട്ടത്തി, ഇത് മനഃപൂർവ്വം വരുത്തി വെച്ച ആപത്താണ്. ഗീത വരുന്നതിന് മുമ്പ് ചേട്ടത്തിയെ ദ്രോഹിക്കാനേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നു. ചേട്ടത്തി മനസ്സ് നൊന്ന് കരയുന്നത് കണ്ട് അമ്മ സന്തോഷിച്ച് ചിരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണ്. അങ്ങനെ പറയരുത് രാജ. എനിക്ക് അമ്മയോട് ഒരു വിഷമവുമില്ല. ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്റെ വിധി മാത്രമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അവൾ എവിടെ? ഞാനൊന്ന് ചോദിക്കട്ടെ. അവൾ അകത്തുണ്ട്. നിനക്ക് സന്തോഷമായില്ലേ? കുടുംബത്തിന് അവമാനം വരുത്തി വെച്ചിരുന്ന് കരയുന്നത്. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഗോപനെ കണ്ടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വിവാഹത്തിന് സമ്മതിക്കും. ചിലപ്പോഴല്ല. ഗോപൻ, ഗോപൻ, ഇതാര്? രാജനോ? ഗോപനോടെ അമ്മായി? അവനിവിടുന്ന് നേരത്തെ ഇറങ്ങിയതാ. എന്തിനാ രാജ? എനിക്ക് അവനെ ഒന്ന് കാണണം. അവനോട് കുറച്ച് സംസാരിക്കണം. എന്താ ലക്ഷ്മി, ആരാ ഇവിടെ വന്നത്? രാജൻ ഗോപനെ അന്വേഷിച്ച് വന്നതാ. അവൻ ദേഷ്യപ്പെട്ടാ പോയത്. എനിക്ക് പേടിയാവുന്നു. പേടിക്കാനെന്തിരിക്കുന്നു? ആരായാലും ശരി, തെറ്റ് ചെയ്തവൻ അതിന്റെ ഫലം അനുഭവിക്കും. അവനിപ്പോ എവിടെയാണോ എന്തോ. എവിടെ പോകാനാ? ആ ഹോട്ടലിൽ തന്നെ കാണും. എക്സ്ക്യൂസ് മീ, ഗോപൻ ഒരു മിനിറ്റ് വരൂ. എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞു വരാം. അത് പോരാ, അതോടെ വയ്ക്കൂ. ഞാനിവിടെ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിക്കണം. വിവരം പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ? എന്റെ അനിയത്തി രമ ഗർഭിണിയാണ്. നീയാണ് അതിന് കാരണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ഒരു ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തുകയാണെന്ന് കേട്ടു. അതെന്താണെന്ന് എനിക്കറിയാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രമയെ പോലെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തണ്ടിപ്പോകും. എടാ, ഇനി എന്നെ അടിക്കരുത്. ഞാൻ വരാം. അമ്മേ, ഇതാ അമ്മയുടെ മരുമകൻ. ഇവൻ ഇന്ന് രമയുടെ കഴുത്തിൽ താലി കെട്ടും. ചോദിച്ചു നോക്കൂ, സമ്മതമാണോ? അങ്ങനെ സമ്മതിപ്പിച്ചിട്ട് എന്താ കാര്യം? രമയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഗോപന് കഴിയുമോ എന്ന് ചോദിക്കൂ. കഴിയും.
സാഹചര്യങ്ങളാണ് എന്നെ തെറ്റിലേക്ക് നയിച്ചത്. രാജേട്ടൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ തെറ്റിയില്ല. അമ്മേ, ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരമ്മയ്ക്ക് മക്കളെ ശിക്ഷിക്കാം, ശാസിക്കാം. അതിനുള്ള അധികാരവും അവകാശവും അമ്മയ്ക്കുണ്ട്. പക്ഷേ ഞങ്ങളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഭാഗരവ്യമ്മേ, ധാരാ വന്നിക്കണം നോക്കി. നമ്മുടെ മോള് നോക്കൂ, നമ്മുടെ മോള്. മോനെ, എന്റെ മോനെ. നിക്കി നിങ്ങളെ മോനോ? ഓനിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? ഇത് നമ്മളെ വിമലക്കുട്ടീനെ കെട്ടിയോനാ. 10 തേഞ്ഞു നിൽക്കുന്ന കെട്ടിയോളെ പള്ളയമില് സ്വന്തം അമ്മ ചവിട്ടിന്ന് കേട്ട് കൽപ്പ് പൊട്ടി പേടിച്ച് നാട് വിട്ട് ഓടിയാൻ. ഓൻ വയനാട്ടില് അലിഞ്ഞു തിരിഞ്ഞ് നടക്കണേ നമ്മൾ കണ്ട്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചാല് പഠിച്ച പണി പതിനെട്ട് നോക്കിയാൽ ഈ കുട്ടി വരൂല. ഇന്റെ കുട്ടീനെ അമ്മ ചവിട്ടിക്കൊന്ന് എന്നൊരൊറ്റ വർത്താനം. അവസാനം നമ്മൾ പിടിച്ച പിടിയാണ് കൂട്ടിക്കൊണ്ട് വന്നിക്ക. ഇങ്ങനെ ഓർത്തല്ല, നിങ്ങളെ ചവിട്ടും കുത്തും കൊണ്ട് വേലക്കാരിനെ പോലെ കഴിയുന്ന ഈ വിമലക്കുഞ്ഞിനെ ഓർത്തു. അമ്മയെ വേദനിപ്പിക്കരുത്. കണ്ടോ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. അത് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന പച്ചമരുന്നൊന്നല്ല, മനുഷ്യന്മാരുടെ കൽപ്പിന്റെ ഉള്ളില് പൊടിഞ്ഞുണ്ടാവേണ്ട ഒന്നാണ്. ഈ ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒന്നല്ല. അത് നമ്മളെ സ്നേഹവും പെരുമാറ്റവും ഇതൊക്കെ കൂടി കണ്ട് മറ്റുള്ളവർ അറിഞ്ഞു തരേണ്ട ഒന്നാണ്. മനസ്സിലായോ? അതിനേ വിലയുള്ളൂ. മനസ്സിലായിക്കോളി. അല്ല, നിങ്ങളെല്ലാരും എന്താ അങ്ങനെ കൂട്ടം കൂടി നിൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ? ഞങ്ങൾ രമയുടെ കല്യാണക്കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. ഫസ്റ്റ് ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്ന നമ്മൾ ഐശ്വര്യം കൂട്ടി വരികയായിരുന്നു. ഉമ്മിണി നാളായി ഒരു കല്യാണ ചോറ് വെച്ചിട്ട്. എന്നിട്ട് രമക്കുഞ്ഞവരെ അകത്തുണ്ട്, നമ്മളൊന്ന് കാണട്ടെ. പിയാപ്പിളയോ? അല്ല, നിങ്ങൾ അച്ഛനും അമ്മയ്ക്കോ സുഖം തന്നെയല്ലേ? അതെ. നമ്മൾ അന്വേഷണം പറഞ്ഞോണ്ട്. രമ വാതിൽ തുറക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും അകത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മക്കളെ, ഈ അമ്മയ്ക്ക് മാപ്പ് തരൂ. നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനിയുള്ള കാലം ഈ വീട് നോക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. എന്റെ മക്കൾക്ക് നന്മയെ വരൂ.